കലോത്സവ നഗരിയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വേദികളിലും വ്യത്യസ്ത തരം കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കൊച്ചു കൊച്ചു കലാപ്രതിഭകളെ ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് വയലിൻ വെസ്റ്റേൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹെലൻ ആണ്. ഹെലനോട് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ചോദിച്ചറിയാം. ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ഇന്നിപ്പോ ഫസ്റ്റ് കിട്ടിയാല് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് ചെറുപ്പം മുതലേ വയലിൻ പഠിച്ചു വരുന്നുണ്ടോ? ഉണ്ട്. ഒരുപാട് ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്. വയലിൻ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട്ട് പഠിക്കുക? വോക്കല് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ആണോ സ്റ്റേറ്റിലേക്ക് പോകുന്നത്? അല്ല, ഇത് 4ാമത്തെ വട്ടമാണ് പോകുന്നത് സ്റ്റേറ്റിലേക്ക്. 4ാം തവണയാണ് പോകുന്നത്. അപ്പൊ മുൻപ് പോയ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ട്. 4ാമത്തെ തവണ പോകുന്ന സമയത്തും നല്ല ടെൻഷൻ ആണ് അല്ലേ? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നോ? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 10 ആളുണ്ടായിരുന്നു. 10 ആളുണ്ടായിരുന്നു. അത്രയും ആളെയൊക്കെ കണ്ടപ്പം കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും സംശയമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് പെർഫോം ചെയ്യാൻ കയറിയ സമയത്ത് എന്തായിരുന്നു? ഒരുപാട് ഓഡിയൻസിനെ ക്രൗഡിനെ ഒക്കെ കണ്ടിട്ട് അവിടെ നിന്നിട്ട് വായിക്കുന്ന സമയത്ത് ടെൻസ്ഡ് ആയി, വിചാരിച്ച പോലെ വായിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ? വിചാരിച്ച പോലെ വായിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു. ആളുകളെ കാണുമ്പോഴുള്ള ടെൻഷൻ അല്ല, ഒരു കോമ്പറ്റീഷൻ ആയതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാവോ? വളരെ മനോഹരം. വേറെ ഒന്നും പറയാനില്ല. കേട്ട് കഴിഞ്ഞാൽ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഓൾറെഡി സ്റ്റേജിൽ പ്ലേ ചെയ്ത് വളരെയധികം ക്ഷീണിച്ചിട്ടാണ് നമ്മളിവിടെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കൊച്ചു മിടുക്കൻ കൂടെ ഉണ്ട്. അത് ആരാണ് എന്നുള്ളത് നമുക്ക് അവനോട് തന്നെ ചോദിച്ചിട്ട് അഭിപ്രായം അറിയാം. ഹെലന്റെ ബ്രദർ ആണ് ആള്. ചെറിയ പുള്ളിയൊന്നല്ല, ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. നാടകത്തിലെ ബെസ്റ്റ് ആക്ടർ ആയിട്ട് വിൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഏതായിരുന്നു നാടകത്തിലെ തീം? എന്തായിരുന്നു എന്നുവെച്ചാ ബാക്ക് ബെഞ്ചേഴ്സത്തെ കുട്ടികള് ഓരുടെ നാടകം കളിക്കാനുള്ള സ്ട്രഗിൾ ഈ ടീച്ചർമാരൊന്നും സമ്മതിക്കില്ല. എന്നുവെച്ചാ ഇവരുടെ ടാലന്റുകള് ഓർക്ക് ഫുള്ളായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാടകത്തിന്റെ പേര് അതന്നെയായിരുന്നു, വേലി. ടീച്ചർമാര് ചില ടീച്ചർമാര് ഒരു വേലി പോലെ വെച്ചിട്ട് ഓരുടെ ടാലന്റുകളെ ഫുള്ള് എടുക്കാൻ. മിക്ക സ്കൂളുകളിലും എല്ലാ ക്ലാസ് റൂമിലും ബാക്ക് ബെഞ്ചേഴ്സിന് ഒരു മുദ്ര കുത്തിയ പേരാണ്, അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് തന്നെ തീമാക്കിയെടുത്ത് അതിലെ ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് മേടിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മോനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷമുണ്ടോ? ചേച്ചിക്കും കൂടെ ഫസ്റ്റ് കിട്ടിയപ്പോ എന്ത് തോന്നുന്നു? ഫസ്റ്റ് അല്ലേ? അടിപൊളിയായിട്ട് ചേച്ചി ഇവിടെ പ്ലേ ചെയ്തത് കണ്ടില്ലേ? ചേച്ചിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞോ? ചേച്ചിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞോ? ഇപ്പൊ തന്നെ പറഞ്ഞേ, കയ്യോട് പറഞ്ഞേ. ഇപ്പൊ തന്നെ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. എന്തായാലും കലോത്സവ നഗരിയിലെ തുടർന്നുള്ള വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും നിങ്ങളോടൊപ്പം ചേരും. എന്തായാലും ഇനി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എ ഗ്രേഡ് എല്ലാം ലഭിച്ച് വരട്ടെ. ഓക്കെ, താങ്ക് യു.